ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു, നമ്മളുടെ ഫാസിസത്തിൻ്റെയും നാസിസത്തിൻ്റെയും ഗ്രോത്ത് അല്ലേ. മുസോളിനിയുടെ നേതൃത്വത്തിൽ ഫാസിസവും അതുപോലെ ഹിറ്റ്ലറുടെ ലീഡർഷിപ്പിൽ നാസിസവും ഫോം ചെയ്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ പറഞ്ഞു, ലോകം വേൾഡ് ഒരു പുതിയൊരു വാറിനും കൂടി വേദിയാവാൻ പോകുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ നമുക്കറിയാം 1914 തുടങ്ങി 1918 വരെയായിരുന്നു ഫസ്റ്റ് വേൾഡ് വാർ. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാർ എവിടെ വരെയായിരുന്നു, ഒരു 20 വർഷത്തിന് ശേഷം 1939 മുതൽ 1945 വരെയായിരുന്നു സെക്കൻഡ് വേൾഡ് വാർ. അപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഈ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങിയതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫോളോയിങ് ദ പീസ് ട്രീറ്റി അറ്റ് പാരീസ്. അപ്പോൾ ഏത് ട്രീറ്റി ആയിരുന്നു പാരീസിൽ 1919 സൈൻ ചെയ്ത? വെഴ്സാലൈസ് ട്രീറ്റി. അപ്പോൾ വെഴ്സാലൈസ് ട്രീറ്റി പ്രകാരം ലോകം അപ്പോൾ എങ്ങനെയായിരുന്നു? എല്ലാം നമുക്കറിയാം, നമ്മുടെ ജർമ്മനിയും അതുപോലെ ഇറ്റലിയും അല്ലേ. അന്ന് നമുക്കറിയാം ജർമ്മനി തോറ്റ രാജ്യമായിരുന്നു. ഇറ്റലി ജർമ്മനിയുടെ കൂടെ ആയിരുന്നു, പക്ഷെ അവസാനം കാല് മാറി അല്ലേ. തോൽക്കുമെന്നായപ്പോൾ ബ്രിട്ടൻ അതുപോലെ ഫ്രാൻസ് എന്നിവരെ കൂടെ കാല് മാറി, ജയിച്ച രാജ്യങ്ങളുടെ കൂടെ അങ്ങനെ അതും ഒരു ജയിച്ച രാജ്യമായി മാറി. പക്ഷെ നമ്മൾ പറഞ്ഞു, ഈ ജർമ്മനിക്കും ഇറ്റലിക്കും ഒന്നും അവർ അവസാനം ഈ സന്ധി ഒപ്പിട്ടപ്പോൾ കമ്പോളങ്ങളോ അതുപോലെ കച്ചവട സ്ഥാപനങ്ങളോ കോളനികളോ ഖനികളോ ഒന്നും കൊടുത്തില്ല. പകരം അവരുടെയൊക്കെ ബ്രിട്ടനും ഫ്രാൻസൊക്കെ സ്വന്തമാക്കി അല്ലേ. അപ്പോൾ അത് അവർ അപമാനിക്കുന്നതിന് തുല്യമായിരുന്നു. അപ്പോൾ അത് അവർക്ക് വളരെ ദേഷ്യം വന്നു. അപ്പോൾ അതുകൊണ്ടാണ് നൈദർ ജർമ്മനി ഓർ ഇറ്റലി ഹാഡ് എനി കോളനി ഓർ മാർക്കറ്റ്. അവർക്ക് കോളനിയോ മാർക്കറ്റോ ഒന്നും ഉണ്ടായില്ല. Therefore, enhancing their political economic stability, Italy and Germany planned to conquer colonies and attack weak nations. അപ്പോൾ അവർക്കൊരു രാഷ്ട്രീയ സാമ്പത്തിക സ്ഥിതി, പൊളിറ്റിക്കൽ എക്കണോമിക് സ്റ്റെബിലിറ്റി കൊണ്ടുവരണമെങ്കിൽ, അതായത് അവർക്ക് നല്ലൊരു ഹോൾഡും അല്ലെങ്കിൽ ഒരു ഭരണവും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ട് വളർച്ചയൊക്കെ വേണമെങ്കിൽ എന്ത് വേണം? ഈ ഖനികളും അല്ലെങ്കിൽ മാർക്കറ്റ്സും കോളനീസും ഒക്കെ വേണം. അപ്പം അതിനു വേണ്ടി കോളനികൾ അറ്റാക്ക് ചെയ്യാനും ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെ ഒക്കെ കോളനീസ് അറ്റാക്ക് ചെയ്യാനും അതുപോലെ ചെറിയ ചെറിയ രാജ്യങ്ങൾ അവരുടെ ഭാഗത്താക്കാനും ഒക്കെ അവർ പദ്ധതി ഇട്ടു. അപ്പോൾ അതിനു വേണ്ടി ഇൻ ആൻ എഫേർട്ട് ടു എക്സ്റ്റെൻഡ് ദിസ് പോളിസി, ഇത് നടപ്പിലാക്കാൻ വേണ്ടി ഇറ്റലി ആൻഡ് ജർമ്മനി അലോങ് വിത്ത് ജപ്പാനെയും കൂടെ കൂട്ടി. അങ്ങനെ അവർ 3 പേരും കൂടി, ഇറ്റലി, ജർമ്മനി, ജപ്പാൻ, ഇവർ 3 പേരും കൂടി ഒരു അലയൻസ് രൂപീകരിച്ചു. അതിൻ്റെ ആക്സിസ് പവേഴ്സ്. അപ്പം നമുക്കറിയാം അല്ലേ, ഫസ്റ്റ് വേൾഡ് വാറിൽ ജർമ്മനിയും ഇറ്റലിയും അതുപോലെ ഓസ്ട്രിയയും ഹംഗറിയും കൂടി ഫോം ചെയ്ത അലയൻസ് ഏതായിരുന്നു? ട്രിപ്പിൾ അലയൻസ് ആയിരുന്നു അല്ലേ. അപ്പം അത് തോറ്റുപോയി. പക്ഷേ ഇപ്പോൾ അവർ ജർമ്മനിയും ഇറ്റലിയും ഓസ്ട്രിയക്കും ഹംഗറിക്കും പകരം ആരെ ഉൾപ്പെടുത്തി? ജപ്പാനെ ഉൾപ്പെടുത്തി. അങ്ങനെ ഇവർ 3 പേരും കൂടി ആക്സിസ് പവേഴ്സ്, അച്ചുതണ്ട് ശക്തികൾ എന്ന പേരിൽ ഒരു സഖ്യം രൂപീകരിച്ചു. അപ്പോൾ ഇങ്ങനൊരു സഖ്യം ലോകത്ത് രൂപം കൊണ്ടപ്പോൾ സ്വാഭാവികമായും എതിർച്ചേരിക്കാരൊരു സഖ്യം രൂപീകരിക്കുമല്ലോ. അപ്പോൾ കൗണ്ടറിങ് ദിസ് അലയൻസ്, ഇതിനെതിരായിട്ട് ബ്രിട്ടൻ, ഫ്രാൻസ് ആൻഡ് ചൈന ഫോർമഡ് ദ അലൈഡ് പവേഴ്സ്. അപ്പോൾ ചൈനയും ബ്രിട്ടനും ഫ്രാൻസും കൂടി അലൈഡ് പവേഴ്സ് രൂപീകരിച്ചു. അപ്പോൾ ഈ ഒരു അലയൻസിന്, 2 അലയൻസുകളും പ്രത്യേകത മറ്റ് അലയൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മറ്റ് അലയൻസുകൾ മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളായിരുന്നു അല്ലേ. ഇതിലിപ്പോൾ നോക്കിയേ, ആക്സിസ് പവറിൽ ജപ്പാൻ ഒരു ഏഷ്യൻ രാജ്യമാണ്, അലൈഡ് പവേഴ്സിൽ ചൈന ഒരു ഏഷ്യൻ രാജ്യമാണ്. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് ഇതിൽ വന്നു. അപ്പോൾ അതൊരു ചോദ്യമായിട്ട് വരാറുണ്ട്, വിച്ച് ഈസ് ദ ഏഷ്യൻ നേഷൻ ഇൻ ആക്സിസ് പവർ, വിച്ച് ഈസ് ദ ഏഷ്യൻ നേഷൻ ഇൻ അലൈഡ് പവേഴ്സ്. ജപ്പാനും ചൈനയാണത്. അപ്പോൾ അതൊന്ന് നോക്കണം. അങ്ങനെ ഈ ആക്സിസ് പവേഴ്സും അലൈഡ് പവേഴ്സും ലോകത്ത് രൂപം കൊണ്ടു. പരസ്പരം യുദ്ധത്തിന് വേണ്ടിയുള്ള ആരംഭങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ ആൾസോ ജോയിൻഡ് ദ ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ്. ആൻറ്റി ഫാസിസ്റ്റ് അലയൻസ് എന്ന് പറഞ്ഞാൽ ആരാ? ജർമ്മനി ഇറ്റലിക്കെതിരെയുള്ള, ജർമ്മനി ഇറ്റലിയാണ് ഫാസിസ്റ്റ് ഭരണം അല്ലേ. അപ്പോൾ അവർക്കെതിരെയുള്ള അലയൻസ് അലൈഡ് പവേഴ്സാണ്. അപ്പോൾ അലൈഡ് പവേഴ്സിൻ്റെ കൂടെ ആര് ചേർന്നു? അമേരിക്കയും സോവിയറ്റ് യൂണിയനും. അപ്പോൾ എല്ലാവർക്കും ഒരു അത്ഭുതമായി, കാരണം കഴിഞ്ഞ വേൾഡ് വാറിൽ പങ്കെടുക്കാത്തവരാണ് ആര്? അമേരിക്ക. അവർ ഇൻഡയറക്റ്റായിട്ട് സപ്ലൈ ചെയ്തിരുന്നു പണവും അതുപോലെ തന്നെ വെപ്പൺസും, പക്ഷേ ഡയറക്റ്റായിട്ട് അവർ പങ്കെടുത്തില്ല. അപ്പോൾ എന്തുകൊണ്ട് അവർ ഡയറക്റ്റായി സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്തു? അപ്പോൾ അതിനുള്ള കാരണം നമുക്ക് നോക്കാം. അപ്പോൾ സോവിയറ്റ് യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വലിപ്പം കൊണ്ടായാലും സാമ്പത്തിക ശക്തി കൊണ്ടായാലും സൈനിക ശക്തി കൊണ്ടായാലും ആ ടൈമിൽ ലാർജസ്റ്റ് കൺട്രി ആയിരുന്നു. അപ്പോൾ
നോൺ അഗ്രീഷൻ പാക്റ്റ് ആ ടൈമിൽ 1939 ജർമ്മനി നമ്മളുടെ സോവിയറ്റ് യൂണിയനുമായിട്ടൊരു നോൺ അഗ്രീഷൻ പാക്റ്റ് സൈൻ ചെയ്യിച്ചു, ഒരു സന്ധി. എന്തായിരുന്നു ആ സന്ധിയിൽ പറയുന്നത്? അക്കോർഡിംഗ് ടു ദിസ് പാക്റ്റ് ഇവ തമ്മിൽ ബോത്ത് ദ കൺട്രീസ് അഗ്രി നോട്ട് ടു അറ്റാക്ക് ഈച്ച് അതർ, പരസ്പരം അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പോളണ്ട് എന്ത് ചെയ്യണം? പോളണ്ട് എന്ന് പറയുന്ന ആ രാജ്യത്തെ മുറിച്ച് 2 പേർക്കും ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യണമെന്ന്. പക്ഷേ ഈ പാക്റ്റ് ആര് നടപ്പിലാക്കിയില്ല? ഹിറ്റ്ലർ പിന്നീട് നടപ്പിലാക്കിയില്ല. അവർ 1941 ജർമ്മനി ഹിറ്റ്ലറിൻ്റെ നേതൃത്വത്തിൽ സോവിയറ്റ് യൂണിയനെ ആക്രമിച്ചു. പോളണ്ട് 1939 അവർ കീഴടക്കുകയും ചെയ്തു. അപ്പോൾ ഇത് പാക്റ്റ് ലംഘിക്കുന്നതിന് ഫലമായി. അതുകൊണ്ട് സോവിയറ്റ് യൂണിയൻ ഡയറക്റ്റായിട്ട് സെക്കൻഡ് വേൾഡ് വാറിൽ പങ്കെടുത്തു. അതേപോലെ തന്നെ അടുത്തതാണ് അമേരിക്ക. അമേരിക്ക എന്തുകൊണ്ടായിരിക്കും? അതിന് കാരണമാണ് പേൾ ഹാർബർ അറ്റാക്ക്. അപ്പോൾ വൈ അമേരിക്ക ഇൻവോൾവ് ഇൻ സെക്കൻഡ് വേൾഡ് വാർ എന്ന് ചോദിച്ചാൽ ഡ്യൂ ടു പേൾ ഹാർബർ അറ്റാക്ക്. അപ്പോൾ എന്താണ് പേൾ ഹാർബർ എന്നറിയണം. അപ്പോൾ 1941 നമ്മുടെ ജപ്പാൻ എന്ത് ചെയ്തു? അമേരിക്കയുടെ ഒരു നാവൽ ബേസ്, അമേരിക്കയുടെ നാവിപ്പടയുടെ കേന്ദ്രമായിട്ടുള്ള പേൾ ഹാർബർ അറ്റാക്ക് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു? എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ എക്കണോമിക് ഇൻട്രസ്റ്റിന്, അവരുടെ യാത്രയ്ക്കും കാര്യങ്ങൾക്കൊക്കെ നല്ലതിന് വേണ്ടിയിട്ട്, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ജപ്പാൻ അത് അറ്റാക്ക് ചെയ്തു. അപ്പോൾ അത് അമേരിക്കയ്ക്ക് സഹിക്കുമോ? അമേരിക്കയുടെ ഒരു നാവൽ ബേസ് മറ്റൊരു രാജ്യം തകർക്കാമെന്ന് പറഞ്ഞാൽ. അപ്പം അതുകൊണ്ട് ജപ്പാനോടുള്ള ദേഷ്യം കാരണമാണ് ജപ്പാനെതിരെയായിട്ട് സഖ്യകക്ഷി നമ്മുടെ അലൈഡ് പവേഴ്സിൻ്റെ കൂടെ അമേരിക്ക ചേർന്നത്. ഓക്കെ, അപ്പോൾ എന്തുണ്ടായി? അങ്ങനെ അമേരിക്കയും സോവിയറ്റ് യൂണിയനും അലൈഡ് പവേഴ്സിൻ്റെ കൂടെ ചേർന്നു. അപ്പോൾ അതൊന്നും ആരും നോക്കിയില്ല. നമ്മുടെ ജർമ്മനി, ഇറ്റലിയും ജപ്പാനൊന്നും നോക്കിയില്ല. അപ്പോൾ ആ സമയത്ത് യുദ്ധങ്ങളിങ്ങനെ ചെറുതായി തുടങ്ങി വന്നു. അതായത് മറ്റുള്ള രാജ്യങ്ങളൊക്കെ അവർ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഫെയിലിയറായി മാറി ലീഗ് ഓഫ് നേഷൻസ്. ഓർമ്മയുണ്ടാവും അല്ലേ? ഫസ്റ്റ് വേൾഡ് വാർ കഴിഞ്ഞപ്പോൾ ഇനി യുദ്ധങ്ങൾ ഉണ്ടാവരുതെന്ന് പറഞ്ഞ എല്ലാ രാജ്യങ്ങളും കൂടി രൂപീകരിച്ചാണ് ലീഗ് ഓഫ് നേഷൻസ്. അപ്പോൾ അത് ലംഘിച്ചുകൊണ്ട് ജർമ്മനിയും ഇറ്റലിയൊക്കെ മറ്റുള്ള കോളനികളും രാജ്യങ്ങളൊക്കെ പിടിച്ചടക്കാൻ തുടങ്ങി. അപ്പോൾ ലീഗ് ഓഫ് നേഷൻസ് ഫെയിലിയറായി. അങ്ങനെ when Germany, Italy and Japan attacked other nations, the capitalist countries like Britain, France did not prevent the attack. സ്വാഭാവികമായിട്ട് എന്ത് വേണം? ബ്രിട്ടൻ്റെയും ഫ്രാൻസിൻ്റെയും ഒക്കെ കോളനികളെയും അതുപോലെ തന്നെ മറ്റുള്ള മുതലാളിത്ത രാജ്യങ്ങളെയൊക്കെ ജർമ്മനിയും ഇറ്റലിയും ജപ്പാനും അറ്റാക്ക് ചെയ്യുമ്പോൾ പോയി എതിർക്കണം അല്ല. അതിനു വേണ്ടിയാണ് ഈ അലൈഡ് പവേഴ്സ് രൂപീകരിച്ചത്. പക്ഷെ അവരത് ശ്രദ്ധിച്ചില്ല, അത് വിട്ട് കളഞ്ഞു. കാരണം എന്തുകൊണ്ടായിരിക്കും? അപ്പം അങ്ങനെ ചെയ്തത് അവർക്ക് അവരുടെ മുമ്പിൽ ഒരു പേടി സ്വപ്നം നിൽക്കുന്നത് എപ്പോഴും സോവിയറ്റ് യൂണിയൻ ആയിരുന്നു. കാരണം അവരുടെ കൂടെ ചേർന്നുവെങ്കിലും അവർ സോവിയറ്റ് യൂണിയൻ്റെ വളർച്ചയെ പേടിച്ചു. ദേ കൺസിഡേർഡ് സോവിയറ്റ് യൂണിയൻ ബീയിങ് എ സോഷ്യലിസ്റ്റ് കൺട്രി ആസ് ദെയർ ചീഫ് എനിമി. കാരണം ഇവർ ക്യാപിറ്റലിസ്റ്റുകളാണല്ലേ, ബ്രിട്ടനും ഫ്രാൻസൊക്കെ. അപ്പോൾ അവർക്ക് അവരുടെ വളർച്ചേനെ ഈ കോളനികളൊക്കെ ആക്കുന്ന ഒരു രീതിയെ ഈ സോവിയറ്റ് യൂണിയൻ എതിർത്തിരുന്നു. അപ്പോൾ അത് ചിലപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് മറ്റുള്ള രാജ്യങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ അവരുടെ കോളനീസൊക്കെ നഷ്ടപ്പെടുമോ എന്ന് ഭയന്ന് അവർ സോവിയറ്റ് യൂണിയനെ ഒരു ശത്രുവായിട്ട് കണ്ടു. അപ്പോൾ ഈ ഒരു പോളിസിയെ, അതായത് ബ്രിട്ടനും ഫ്രാൻസും നടപ്പിലാക്കിയ ഈ ഒരു പോളിസി സ്വന്തം രാജ്യത്തെ, അതായത് സ്വന്തം കൂടെ നിൽക്കുന്ന സോവിയറ്റ് യൂണിയനെ പേടിച്ച് അവരെ നോക്കി അവർക്കെതിരെ അറ്റാക്ക് റെഡിയാക്കി. അതായത് ജപ്പാനെയും ജർമ്മനിയും ഇറ്റലിയും ഒന്നും മൈൻഡ് ചെയ്യാതെ അവർക്കതൊരു എൻകറേജ് ആക്കി വിട്ട ആ ഒരു പോളിസീനെ പോളിസി ഓഫ് അപ്പീസ്മെൻ്റ് എന്ന് വിളിക്കും. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആണ് ഓൺ 1 September 1939 ദ ജർമ്മനി വാസ് അറ്റാക്ക്ഡ് ദ പോളണ്ട്. ജർമ്മനി വന്ന് പോളണ്ട് അറ്റാക്ക് ചെയ്യുന്നത്. ഇതെന്തിന് കാരണമായി? ദിസ് പ്രൊമോട്ടഡ് ദ അലൈഡ് നേഷൻസ് ടു ഡിക്ലെയർ ദ വാർ അഗെയിൻസ്റ്റ് ജർമ്മനി. അങ്ങനെ ഒഫീഷ്യലായിട്ട് ജർമ്മനിക്കെതിരെ അവരെന്ത് ചെയ്തു? വാറ് പ്രഖ്യാപിച്ചു. ദ അൾട്ടിമേറ്റ്ലി റിസൾട്ടഡ് ഇൻ ദ ഔട്ട് ബ്രേക്ക് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ. അങ്ങനെ അലൈഡ് പവേഴ്സും ആക്സിസ് പവേഴ്സും ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അവർ സെക്കൻഡ് വേൾഡ് വാർ ആരംഭിച്ചു. ഇനി അടുത്താണ് അങ്ങനെ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞു അല്ലേ? 1939 തുടങ്ങി 1945 ഒരു 6 കൊല്ലത്തെ ആ ഒരു ഗ്യാപ്പിൽ ഈ വാർ അങ്ങോട്ട് അവസാനിച്ചു. അപ്പോൾ എന്തൊക്കെ എഫക്ട്സ് ആണ് ഈ സെക്കൻഡ് വേൾഡ് വാറിന് ലോകത്തുണ്ടായത്? അപ്പോൾ ദ എൻട്രി ഓഫ് ദ സോവിയറ്റ് യൂണിയൻ ആൻഡ് അമേരിക്ക ചേഞ്ചഡ് ദ കോംപ്ലക്ഷൻ ഓഫ് ദ സെക്കൻഡ് വേൾഡ് വാർ അല്ലേ? കാരണം ഫസ്റ്റ് വേൾഡ് വാറിൽ ഇവർ രണ്ടുപേരും ഇല്ലാണ്ട് തന്നെ ഒരുപാട് നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായി. അപ്പോൾ ഈ ഒരു വാറിൽ ഇവർ ഡയറക്റ്റായിട്ട് ഇൻവോൾവ് ആയി കഴിഞ്ഞാൽ എത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടാവും നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഇറ്റലി ആൻഡ് ജർമ്മനി, കാരണം ഇവരുടെ മുമ്പിൽ, അപ്പോൾ ഈ അലൈഡ് പവേഴ്സിന് മുമ്പിൽ ഇറ്റലിക്ക് ഒരു അടിയായി മാറിയത്. കാരണം അമേരിക്കയും സോവിയറ്റ് യൂണിയനൊന്നും പങ്കെടുക്കുന്നവർ വിചാരിച്ചില്ല. അപ്പോൾ അതിൻ്റെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റാണ്ട് ഇറ്റലിയും ജർമ്മനിയും തോറ്റു കൊടുത്തു, സറണ്ടറായി.
അപ്പം മുസോളിനീനെ എന്ത് ചെയ്തു? നാട്ടുകാരെല്ലാവരും പിടിച്ച് നാട്ടുകാർ തന്നെ കൊന്നു. ലോക്കൽ പാർട്ടീഷ്യൻസ്, നാട്ടുകാർ മുസോളിനിയെ കൊന്നു. പക്ഷേ ഹിറ്റ്ലർ അതിൽ നിന്നില്ല. ഹിറ്റ്ലർ സ്വയം സൂയിസൈഡ് ചെയ്തു. ഓക്കെ, അപ്പോൾ ദ സോവിയറ്റ് ആർമി മൂവ് ടുവേഴ്സ് ദ ജപ്പാൻ. അപ്പോൾ ഈ ജപ്പാൻ കൂടി മാത്രമേ എന്തുള്ളൂ ഈ ആക്സിസ് പവറിൽ ബാക്കിയുള്ളൂ. അപ്പോൾ സോവിയറ്റ് യൂണിയൻ ജപ്പാനിലേക്ക് തിരിച്ചു. ഈ ജപ്പാനെ കീഴടക്കാന്ന് വിചാരിച്ചാൽ അങ്ങോട്ട് ചെന്ന് ട്രാൻസ് സൈബീരിയ വഴി ജപ്പാനിലേക്ക് പോവായിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ ബട്ട് ബിഫോർ ഇറ്റ് കുഡ് റീച്ച് ജപ്പാൻ എത്തുന്നതിന് മുമ്പ് തന്നെ അമേരിക്ക അവിടെ ചെന്നു. അമേരിക്കയ്ക്ക് ദേഷ്യം നിൽക്കുകയാണല്ലേ പോൾ ഹാർബർ പിടിച്ചടക്കിയതിൻ്റെ. അപ്പോൾ ഈ പോൾ ഹാർബർ പിടിച്ചടക്കിയതിൻ്റെ ദേഷ്യത്തിൽ 2 ആറ്റം ബോംബ് അങ്ങോട്ട് ഇട്ടു. നമുക്കറിയാം ഏതൊക്കെയാ? ലിറ്റിൽ ബോയ് ഇൻ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് ഇട്ടു. ഏത് ദിവസം? August 6, 1945. അതേപോലെ തന്നെ നാഗസാക്കിയിൽ ഫാറ്റ് മാനും ഇട്ടു. അത് 9th August. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കാരണം എന്തുണ്ടായി? നമ്മളുടെ ജപ്പാൻ അങ്ങനെ ജപ്പാൻ അമേരിക്കയ്ക്ക് മുമ്പിൽ സറണ്ടറായി. അപ്പോൾ നമുക്കറിയാം അവിടെ കൊടുത്തിരുന്ന ചിത്രങ്ങൾ ലോകപ്രസിദ്ധമായിട്ടുള്ള ചിത്രങ്ങളാണല്ലേ. നമ്മളുടെ ജപ്പാനിൽ നടന്ന ആറ്റം ബോംബിൻ്റെ ചിത്രങ്ങളാണത്. അപ്പോൾ നോക്കുക. ഈ ഫാർ റീച്ചിങ് ദ കോൺസിക്വൻസസ് ഓഫ് സെക്കൻഡ് വേൾഡ് വാർ ആർ ഗീവൺ ബിലോ. അപ്പോൾ സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയായിരുന്നു? റിസൾട്ട് കൊടുത്തിട്ടുണ്ട്. ഓവർ 10 million പീപ്പിൾ ഡൈഡ്. 10 million പീപ്പിളാണ് അതിൽ മരിച്ചത്. അതുപോലെ എക്കണോമിക് സിസ്റ്റം ഓഫ് യൂറോപ്യൻ കൺട്രീസ് വാസ് ഡിസ്ട്രോയിഡ്. കാരണം യൂറോപ്യൻ കൺട്രീസിന് അടുത്തൊരു യുദ്ധം താങ്ങാനുള്ള ശേഷി ഉണ്ടായില്ല. കാരണം അമേരിക്കയ്ക്കും സോവിയറ്റ് യൂണിയൻ ഇത് ആദ്യത്തെ യുദ്ധമാണ്. പക്ഷേ യൂറോപ്യൻ കൺട്രീസിന് ഒരു യുദ്ധം കഴിഞ്ഞ് വെറും 20 വർഷം ആയിട്ടുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ഒരു യുദ്ധം കൂടി കഴിഞ്ഞപ്പോഴേക്കും സാമ്പത്തികപരമായിട്ട് തകർന്നു. അതുപോലെ യൂറോപ്യൻ ഡൊമിനൻസ് ഇൻ ദ വേൾഡ് ഡിമിനിഷ്ഡ്. അപ്പോൾ യൂറോപ്പിൻ്റെ ജയിച്ചെങ്കിലും യൂറോപ്പ് എന്നുള്ള ഒരു കൺസെപ്റ്റ്, യൂറോപ്യൻ രാജ്യങ്ങൾ എന്നുള്ള ഒരു അധികാരം ലോകത്തുനിന്ന് ഇല്ലാതായി. പിന്നെ ഫ്രീഡം മൂവ്മെൻറ്റ്സ് ഇൻ ഏഷ്യ ആൻഡ് ആഫ്രിക്ക ഇൻറ്റൻസിഫൈഡ്. അപ്പോഴേക്കും ഏഷ്യയിലും ആഫ്രിക്കയിലൊക്കെ സ്വാതന്ത്ര്യ സമരം ഭയങ്കരമായിട്ട് അങ്ങോട്ട് കൂടിയല്ലേ. നമുക്കറിയാം 1945 സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ ഒരുപാട് രാജ്യങ്ങൾ ഫ്രീ ആയി തുടങ്ങി. അപ്പോൾ അതൊക്കെ യൂറോപ്പിൻ്റെ പവർ കുറച്ചു. അതുപോലെ അമേരിക്ക ആൻഡ് സോവിയറ്റ് യൂണിയൻ എമർജ്ഡ് ആസ് ഗ്ലോബൽ പവേഴ്സ്. അപ്പോൾ ഇപ്പോൾ ശരിക്കും അമേരിക്കയും സോവിയറ്റ് യൂണിയനായ ലോകത്തിൻ്റെ പ്രധാന ശക്തി കേന്ദ്രങ്ങളായി മാറി. അതുപോലെ ഇൻ എ ബിഡ് ടു പ്രിസർവ് ആൻഡ് മെയിൻറ്റെയിൻ വേൾഡ് പീസ് ദ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ വാസ് ഫോംഡ്. അപ്പോൾ ലീഗ് ഓഫ് നേഷന് ശേഷം അല്ലേ, 1ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ലീഗ് ഓഫ് നേഷൻ തുടങ്ങി. അതുപോലെ 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഇവരുടെ നേതൃത്വത്തിൽ ജയിച്ചവരുടെ നേതൃത്വത്തിൽ UNO രൂപപ്പെട്ടു. അതായത് ഇനി ഒരു യുദ്ധം വേണ്ട, ഇനി നമുക്ക് ലോക സമാധാനം നിലനിർത്തണമെന്ന് പറഞ്ഞ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രൂപം കൊണ്ടു. ഓൺ ദ വിങ്സ് ഓഫ് പീസ്. ഇനി അടുത്തതാണ് ഡു യു ഒബ്സർവ് ദിസ് ഡേ ഇൻ യുവർ സ്കൂൾ. നമ്മളോട് ചോദിക്കുകയാണ് October 24 ഈസ് ഒബ്സർവ്ഡ് ആസ് യുണൈറ്റഡ് നേഷൻ ഡേ. അപ്പോൾ October 24 പ്രത്യേകത എന്താണ്? യുണൈറ്റഡ് നേഷൻ ഡേ, UN ഡേ ആയിട്ട് നമ്മൾ ആചരിക്കും. എന്തുകൊണ്ടാണ്? ഓൾദോ നമ്മുടെ ലീഗ് ഓഫ് നേഷൻസ് ഒരു പരാജയമായിരുന്നു ഫസ്റ്റ് വേൾഡിന് ശേഷം ഉണ്ടായത്. പക്ഷേ ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഗ്ലോബൽ പീസ്, ലോക സമാധാനത്തിന് വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ഓഫ് ഓർഗനൈസേഷൻ UNO 24 October 1945 രൂപീകരിച്ചു, ഫോം ചെയ്തു. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ദെയർ ഹെഡ് ക്വാർട്ടേഴ്സ് വേർ ഇൻ ന്യൂയോർക്ക്. അമേരിക്കയിലെ ന്യൂയോർക്കിലാണ് UN തലസ്ഥാനം. അതിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? സം ഓഫ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ്സ്. അപ്പോൾ വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ, എയിംസ് ഓഫ് UNO എന്ന് പറഞ്ഞാൽ ടു സേവ് ദ സക്സീഡിങ് ജനറേഷൻ ഫ്രം ദ കോറേജ് ഓഫ് വാർ ടു പ്രൊട്ടക്റ്റ് ഇൻ്റർനാഷണൽ ട്രീറ്റീസ്. അതായത് പുതിയ തലമുറയെ യുദ്ധത്തിൽ നിന്ന് മാറ്റി നിർത്തുക, അതുപോലെ ലോക സന്ധികൾ ട്രീറ്റീസൊക്കെ ഒപ്പിടിപ്പിക്കുക. ആൻഡ് ലോസ് ആൻഡ് ടു ഫോസ്റ്റർ സോഷ്യൽ ആൻഡ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് കൺട്രി. സാമ്പത്തികപരമായിട്ടും സാമൂഹികപരമായിട്ടും രാജ്യങ്ങളെ വളർത്തിക്കൊണ്ടുവരിക. യുദ്ധം എന്നൊരു കൺസെപ്റ്റ് വേണ്ട എന്നൊരു രീതിയാണ് UN. ഇപ്പോഴും UN നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. രാജ്യങ്ങൾ തമ്മിൽ പല സന്ധികളും ഒപ്പുവെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ലോക സമാധാനം ഇപ്പോൾ നിലനിൽക്കുന്നത്.